ഇരിക്കടോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സർ, തൊഴിലാളികളുടെ നിരാഹാര സമരം കോംപ്രമൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഇയാളുടെ ആവശ്യമില്ലാത്ത സംസാരം കേട്ടപ്പോൾ എൻ്റെ നിയന്ത്രണം മൊത്തം പോയി. നിയന്ത്രണം പോയാല് നിങ്ങൾ ആരെയും കയറി അങ്ങ് തല്ലുവോ? നിയമങ്ങളൊക്കെ നിങ്ങൾ കയറി ഇങ്ങനെ കയ്യിലെടുക്കാൻ തുടങ്ങിയാലേ പിന്നെന്തിനാ ഇവിടെ ഈ പോലീസും കോടതിയൊക്കെ? എന്തായി, ഇവരുടെ പ്രശ്നം പരിഹരിച്ചോ? ഇല്ല മാഡം, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഫോൺ ഈ ടേബിളിൽ വെക്ക്. വയ്ക്കടോ. ജോലി ചെയ്ത കാശിന് വേണ്ടിയാ അവിടെ തൊഴിലാളികൾ നിരാഹാര സമരം കിടക്കുന്നത്. അത് കൊടുക്കാൻ കൂട്ടാക്കാതെ നാണം കെട്ട കുറെ മുതലാളിമാര്. ശമ്പള കുടിശ്ശികയെ അവര് ചോദിച്ചത്, അല്ലാതെ തന്റെ ചെമ്പകമംഗലത്തുനിന്ന് പിച്ച കാശ് ചോദിച്ചതല്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ യൂണിയൻ നേതാവാ ഈ മനുഷ്യൻ. അല്ലാതെ തന്റെ അടിമയൊന്നും അല്ല. ഇങ്ങനൊരു ചെവിക്കുറ്റിക്കടിക്കാൻ താൻ ആരാടോ? ഫോൺ എടുക്കലൊക്കെ പിന്നെ. ആദ്യം ഇതിന് സമാധാനം പറഞ്ഞിട്ട് മതി ബാക്കി. ഫോൺ സൈലന്റ് മോഡിലാക്കടോ. ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വിട്ടാ മതി ഇയാളെ. ഇയാളെ വിടുന്നതിന് മുമ്പ് പരിഹാരം എന്താണെന്ന് എന്നെ വിളിച്ച് പറയണം. യെസ് മാഡം. ചെമ്പകമംഗലം ടെക്സ്റ്റൈൽസിന്റെ ഫണ്ട് മറിച്ച് അമ്മ മ്യൂറൽ പെയിന്റിങ്സിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയത്. അത് ടെക്സ്റ്റൈൽസിലെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട കാശ്. അത് കിട്ടാതെ വന്നപ്പോൾ തൊഴിലാളികൾ സമരം തുടങ്ങി. എല്ലാം ആകെ പ്രശ്നത്തിലായിരിക്കും. എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാനാ? അപ്സരാസ് എന്ന ഒരു തുണി വ്യാപാരിയുടെ പേരിൽ ഞാൻ രാജലക്ഷ്മിയുമായി ഉറപ്പിച്ച ഡീല് ഫേക്കാണെന്ന് സാവിത്രിക്ക് അറിയാമല്ലോ. അത് വാള് കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ബിസിനസ് ഡീലൊന്നും നടക്കില്ല. പക്ഷെ അത് ഫേക്കാണെന്ന് ഒരിക്കലും ആരും അറിയില്ല. അതിനുള്ള വേലയൊക്കെ ഈ ഷൺമുഖൻ അറിയാം. അല്ല, തുണിത്തരങ്ങളുമായി കോയമ്പത്തൂരിന്ന് വാഹനം പുറപ്പെട്ടല്ലോ. ആ വാഹനമൊന്നും ഒരിക്കലും ഇവിടെ എത്താൻ പോണില്ല. നിങ്ങൾ എന്തൊക്കെയാ ഷൺമുഖ ഈ പറയുന്നേ?
സാവിത്രിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് സത്യങ്ങൾ. വാള് കച്ചവടം ഇരു ചെവി അറിയാതെ ഞാൻ നടത്തി തന്നില്ലേ? അതിന്റെ ഫണ്ട് പിറകെ വരും. എന്റെ അച്ഛനെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ജനാർദ്ദന്റെ കൈമണ്ണ്. അയാളെ നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. മരിച്ചെന്ന് കരുതിയാ മതി. സാവിത്രി എന്തിനാ ദേഷ്യത്തിൽ നോക്കുന്നത്? സാവിത്രി പറഞ്ഞിട്ടാ ഞാൻ ഇതെല്ലാം ചെയ്തത്. എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ സാവിത്രിക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. നല്ല കേസോ മറ്റെങ്ങാനും വന്നാല് ആദ്യം ജയിലാകുന്നത് സാവിത്രി തന്നെ ആയിരിക്കും. ഓ, ഷൺമുഖം എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാനെന്ത് ചതിച്ചു? സാവിത്രിയുടെ കുടുംബത്തെയും കുടുംബക്കാരെയും ചതിക്കാൻ നോക്കി. അതിനൊരാളെ കൂട്ടുവേണമായിരുന്നു. അതിനാണ് എന്നെ കൂടെ ചേർത്തത്. അല്ലാതെ ഷൺമുഖൻ സാവിത്രിയുടെ അമ്മാവൻ മകനായിട്ടൊന്നുമല്ല. ഇതിനെല്ലാത്തിനും മുഖ്യ പങ്ക് സാവിത്രിക്ക് തന്നെ. വാള് വിൽപ്പന ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. ചതിച്ചത് നീയാ, നിന്റെ കുടുംബത്തെ, അവിടുത്തെ മനുഷ്യര്. ഇനി വാള് വിൽപ്പന ഉൾപ്പെടെ പല കാര്യങ്ങളും സാവിത്രി മറ്റുള്ളവരോട് വിളിച്ചു പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും പെടുന്നത് സാവിത്രി തന്നെയായിരിക്കും. ഷൺമുഖൻ ഊരിപ്പോകും. അച്ഛന്റെ മരണമടക്കം എല്ലാത്തിനും സാവിത്രി സമാധാനം പറയേണ്ടി വരും. അച്ഛൻ മരിച്ചോ? സാവിത്രി മറ്റുള്ളവരെ ചതിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരത ചെയ്യാനും ശ്രമിക്കുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കണം. കുഴി കുഴിക്കുന്നവൻ തന്നെ ആ കുഴിയിൽ ഒരിക്കൽ വീഴുമെന്ന്. എന്നെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ല. കാരണം ഇതൊക്കെ എന്റെ തൊഴിലാ. ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ പെടുത്താൻ നീ നോക്കിയാൽ നീ ആദ്യാകത്ത്. ഓർമ്മിച്ചോ? നീ ഒരു വിരൽ കൊണ്ട് എന്നെ ചൂണ്ടുമ്പോ മറ്റ് 4 വിരലുകളും നിനക്ക് നേരെയാ ചൂണ്ടിയിരിക്കുന്നത്. അത് മറക്കണ്ട. എന്താ ഈ വാതിൽ തുറക്കാത്ത എന്താ? അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. താക്കോല് മാഡത്തിന്റെ കയ്യിലാ. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്ക്. എന്തായാലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ട് ആ യൂണിയൻ നേതാവ് കതിരേശന് ഒരു കോമ്പൻസേഷൻ കൊടുത്ത് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കുക. എന്തു പറയുന്നു? സാറ് പറയുന്നത് ഞാൻ കേൾക്കാം.
എന്ത് കൊടുക്കണമെന്ന് സാറ് തന്നെ പറഞ്ഞാൽ മതി. സർ, ആ യൂണിയൻ നേതാവ് കതിരേശനോടേക്ക് വരാൻ പറ. ഓക്കെ സർ. കതിരേശ, ഈ പ്രശ്നം നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഒരു കോംപ്രമൈസ്. സാറ് പറയ്. എന്തു പറയുന്നു? സാറ് പറഞ്ഞതില് എനിക്ക് സമ്മതമാണ്. തമ്പാ, കതിരേശനൊക്കെയാ? ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്യുമല്ലോ. ആ, ചെയ്യാം. സാറ് വന്നിട്ടുണ്ട്. ശരി. താങ്ക് യു സാർ. ഓക്കെ. മാനേജറാണല്ലോ. എന്താ ചന്ദ്രബോസെ? സാറേ, ഒരല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന ന്യൂസാണ് എനിക്ക് പറയാനുള്ളത്. എന്താടോ പറയ്. കോയമ്പത്തൂരിൽ നിന്ന് സാരികളും മ്യൂറൽ പെയിന്റിങ്ങിന്റെ സാമഗ്രികളും കൊണ്ടുവന്ന നമ്മുടെ ലോറി ഒരു ആക്സിഡന്റിൽ പെട്ടു. നമ്മുടെ ലോറി ഒരു കാറിലിടിച്ചു. കാറിലുണ്ടായിരുന്ന ആൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഈശ്വര. നമ്മുടെ ലോറിക്കാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല. ഹലോ അമ്മേ. നീ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലില്. നീ ഉടൻ ഇവിടെ വരണം. എന്താ അമ്മേ? കൈമളേട്ടിന് എഴുതി വെച്ചൊരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്മേ,
ചതിച്ചു അല്ലേ? ചെമ്പകമംഗലത്തെ പിന്നിൽ നിന്ന് കുത്തുവന്ന് ഞാൻ കരുതിയില്ല. എന്താ അമ്മേ? ആ കത്ത് കൃത്യസമയത്ത് ഞാൻ കണ്ടത് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെമ്പകമംഗലത്തിന് പുറത്ത്, വഴികൾക്കകത്ത്. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് ആരും ഇല്ലാണ്ടാവും. ഞാനല്ലേ ആരും ഇല്ലാത്തവള്. വലിയേട്ടൻ്റെ മകളല്ലേ എന്ന് കരുതി എല്ലാവരും അവളെ സ്നേഹിച്ചു. അവളെ ചതിച്ചു. അവൾ നമ്മളെ ചതിക്കുമെന്നൊരു തോന്നല് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതാ. ഞാനത് തുറന്നു പറഞ്ഞ ഇവിടെ ആര് വിശ്വസിക്കാനേ? എന്തായാലും ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിർത്തിയിരുന്നെങ്കിൽ അവൾ ഇനിയും നമ്മളെ ചതിച്ച് എല്ലാവരും ഇല്ലാതാക്കിയേനെ. ഇനി അസത്ത് മീനാക്ഷിയെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. അവള് കത്തിച്ചു കളയും നമ്മളെ. അവളവിടെ അവളുടെ വല്യമ്മയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുക. ശ്രീകരൻ എന്നാലും എന്റെ കൈമളേട്ടൻ ഇപ്പൊ എവിടെയാണോ എന്തോ. അച്ഛൻ ഇങ്ങ് വരും അമ്മേ. 3-4 അമ്പലങ്ങളിൽ കയറിയ ശേഷം അച്ഛൻ ഇങ്ങ് വരും. അച്ഛന് അമ്മയും നമ്മളെ ഒന്നും പിരിഞ്ഞ് ജീവിക്കാനാവില്ല. എന്താ എന്താ നന്ദിനി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് ചില കാര്യങ്ങളുണ്ട് ഗിരി. ഗിരിയുടെ സഹായം എനിക്ക് വേണം. എന്ത് സഹായം നന്ദിനി? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് ഗിരി. മീനാക്ഷിയുടെ കാര്യം. നന്ദിനി പറയും. നന്ദിനി ധൈര്യമായിട്ടിരിക്കും. ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
വിഷമിക്കാതെ ഞാൻ ഏറ്റു. ഇവിടുന്ന് പുറത്ത് കിടക്കണം. എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ ഭഗവാനെ.